ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ബർത്ത്ഡേ കേക്കുമായിട്ടാണ്. നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത് മിക്സിയുടെ ജാറ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇനി മുതൽ ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവർക്കും അതുപോലെ ഓവൻ ഇല്ലാത്തവർക്കും ഒക്കെ പ്രൊഫഷണലായിട്ട് തന്നെ നിങ്ങൾക്ക് കേക്ക് ബേക്ക് ചെയ്യാം. ഞാൻ ഇതുപോലെ ഒരു ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒട്ടും തന്നെ നനവോ വെള്ളത്തിൻ്റെ അംശമോ ഈ ഒരു ജാറിൽ കാണരുത്. നിങ്ങൾ വെയിലത്തൊക്കെ വെച്ച് ഉണക്കി എടുത്തിരിക്കുന്ന ജാർ തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്നും ഡയറക്റ്റായിട്ട് എടുത്ത മുട്ട യൂസ് ചെയ്യരുത്. തണുപ്പുള്ള മുട്ടയാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് വെച്ച് തണുപ്പൊക്കെ മാറിയതിന് ശേഷം എടുക്കുക. ഞാൻ ഒരു 4 മുട്ട ഈ ഒരു ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഉപ്പാണ്. ഉപ്പ് കൂടി ചേർക്കുമ്പോൾ നന്നായിട്ട് ബീറ്റായി കിട്ടും. അതുകൊണ്ട് നമുക്ക് ഇതിൽ തന്നെ ഉപ്പ് ചേർക്കാം. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. ഒരു 1-2 മിനിറ്റോളം നമുക്ക് ഹൈ സ്പീഡിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം. കണ്ടോ, ഇതിപ്പോൾ ഞാൻ 1-2 മിനിറ്റ് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് പഞ്ചസാര പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 കപ്പ് പഞ്ചസാര പൊടി എടുക്കണം. അതിൽ നിന്ന് നമുക്ക് ആദ്യം 1/2 കപ്പ് ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കി 1/2 കപ്പ് രണ്ടാമതിട്ടിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ മൂന്നാമതും 1/2 കപ്പ് ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്യുക. അതുപോലെ 1/2 കപ്പ് പഞ്ചസാര പൊടി ബാച്ചസ് ആയിട്ട് വേണം ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും 1/2 കപ്പ് പഞ്ചസാര പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ഒരു 2-3 മിനിറ്റോളം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത മുട്ടയുടെ മിശ്രിതമാണിത്. ഇനി നിങ്ങൾ ഒരിക്കലും ഇതിനകത്ത് ഡയറക്റ്റായിട്ട് മാവിട്ടിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പാടില്ല. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഓയിൽ കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ എല്ലാം കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞത്, ഇനി നമ്മൾ ഇതിലേക്ക് ഒരിക്കലും നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പാടില്ല. ഇത് നമുക്ക് ഒരു ഡയറക്റ്റായിട്ട് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ആണ് ചേർക്കേണ്ടത്. 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അല്ലെങ്കിൽ ആ മുട്ടയുടെ മണം നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് അത് നിങ്ങൾ ഓവറായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. അതുപോലെ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്യേണ്ട. അപ്പോൾ ലൂസായി പോകുന്ന പോലെ എനിക്കൊന്ന് ഫീൽ ചെയ്തു. അപ്പോൾ നിങ്ങൾ വാനില എസൻസ് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് പയ്യെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അടുത്തതായിട്ട് ഞാനിവിടെ എടുക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. 1/2 കപ്പ് മൈദയ്ക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ മതി. ഇനി ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി. അടുത്തതായിട്ട് ഒരു 1/2 കപ്പ് മൈദ കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ മൈദയൊക്കെ അളന്നെടുക്കുമ്പോൾ ഈ കപ്പിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് മാത്രമേ അളന്നെടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ബാച്ചസ് ആയിട്ട് തന്നെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒന്നിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടില്ല. ഇതുപോലെ കുറേശ്ശെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇട്ടിട്ട് മെല്ലെ മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാം. നിങ്ങൾക്കിനി ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുട്ടയുടെ ആ മിശ്രിതം ഇലക്ട്രിക് ബീറ്റർ വെച്ച് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഇതിപ്പോൾ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് ബീറ്റർ ഇല്ലാതെ നമ്മൾ മിക്സിയുടെ ജാറൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ തീർച്ചയായും ഇതിലേക്ക് അല്പം സോഡാപ്പൊടിയും ചേർക്കേണ്ടതുണ്ട്. അപ്പം അതാണ് നമ്മൾ നേരത്തെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്തത്. അത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. സോഡാപ്പൊടി മസ്റ്റാണ്. അപ്പോൾ ഞാൻ എന്തായാലും മെല്ലെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതുപോലെ തന്നെ ഓവറായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഈ മിക്സ് ചെയ്തതിന് ശേഷവും വീണ്ടും വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ ഇത് നമ്മൾ കേക്ക് ബേക്കാവുന്ന സമയത്ത് ഈ കേക്ക് കയറി കട്ടിയായി പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ബേക്കിംഗ് ടിൻ ഗ്രീസ് ചെയ്തെടുത്ത ബേക്കിംഗ് ടിന്നാണ്. എന്നിട്ട് കുറച്ച് മാവിട്ട് തട്ടിയെടുത്തതാണ്. ഇങ്ങനെയും ചെയ്യാം. ബട്ടർ പേപ്പർ നമുക്ക് ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനെക്കാട്ടിൽ കൂടുതൽ സേഫ് ബട്ടർ പേപ്പർ ഇട്ടിട്ട് ബേക്ക് ചെയ്യുന്നതാണ്. അതാകുമ്പോൾ നമ്മൾ കേക്കൊക്കെ റീമോൾഡ് ചെയ്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് എടുക്കാൻ പറ്റും. ഇങ്ങനെയും ചെയ്യാം.
അപ്പോൾ ഞാൻ എന്തായാലും കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുത്തു. ഇതിപ്പോൾ 8 ഇഞ്ചിൻ്റെ കേക്ക് പാനാണ് കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് 1 കിലോ കേക്കിന് എത്ര ഇഞ്ചാണ് എടുക്കേണ്ടതെന്ന്. 8 ഇഞ്ചാണ് കറക്റ്റായിട്ടുള്ള പരുവം. 9 ഇഞ്ചും എടുക്കാറുണ്ട്, അത് കുറച്ച് ഫ്ലാറ്റായി പോകും കേക്ക്. 8 ഇഞ്ചാകുമ്പോൾ കറക്റ്റ് പരുവമാണ്. അപ്പോൾ ഇത്രയും ഞാൻ ഇതിൻ്റെ അളവ് ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു, ഇപ്പോൾ നോക്കിയപ്പോഴാണ് ഇത് 8 ഇഞ്ചേ ഉള്ളൂ എന്ന് മനസ്സിലായത്. അപ്പോൾ 8 ഇഞ്ചിൻ്റെ പാൻ വേണം 1 കിലോ കേക്കിന് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് 1 കിലോയുടെ കേക്കാണ്. ഇനി ഇത് ബേക്ക് ചെയ്യാം. നിങ്ങൾ ഓവൻ ഇല്ലാതെയാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്യുന്നത്. നമുക്ക് 3 വിധത്തിൽ ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്യാം. ഇത് ഡയറക്റ്റായിട്ട് സോസ് പാനിൽ ഒഴിച്ച് ബേക്ക് ചെയ്യാം, അതുപോലെ കുക്കറിൽ ബേക്ക് ചെയ്യാം, ഇഡലിക്കുട്ടത്തിൽ ബേക്ക് ചെയ്യാം. ഇതിന് മുമ്പ് ഞാൻ ഇട്ട വീഡിയോസൊക്കെ കണ്ടാൽ മതി, അല്ല ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുത്തിരിക്കാം. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓവൻ ഇല്ലാതെ ഏതൊക്കെ വിധത്തിൽ ബേക്ക് ചെയ്യാമെന്നും അതുപോലെ ഈ ബേക്കിംഗ് ടിൻ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തെടുക്കുന്നതെന്നും ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ താഴെ ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിരിക്കാം. അപ്പോൾ അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഒരുപാട് എപ്പോഴും കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബോറാവുണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഓവനായാലും വിത്തൗട്ട് ഓവനായാലും നിങ്ങൾ പ്രീ ഹീറ്റ് ചെയ്യുക. 5 മിനിറ്റ് ഓവൻ ഇല്ലാതാണെങ്കിൽ പ്രീ ഹീറ്റ് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ട് വേണം ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓവൻ ഇല്ലാതെ ഒരു 40 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കേക്ക് വെക്കാം. ഇനി നിങ്ങൾ OTG ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ ആദ്യം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. എന്നതിന് ശേഷം ഒരു 160 ഡിഗ്രിയിൽ ഒരു 40 to 45 മിനിറ്റ്സ് വരെ നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. ഇനി കൺവെക്ഷൻ ഓവൻ ആണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ആദ്യം പ്രീ ഹീറ്റ് ചെയ്യുക 10 മിനിറ്റ്. എന്നതിന് ശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ആയിട്ടുണ്ട്. കുറച്ച് ഭാഗം ഒന്ന് ചെറിയ കളർ വ്യത്യാസം വന്നിട്ടുണ്ട്, അത് കുഴപ്പമില്ല. ആ സൈഡ് നമുക്കങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. കണ്ടോ, നമ്മൾ പകുതി കേക്കാണ് ഒഴിച്ചെങ്കിൽ ഇത് ഫുള്ളായിട്ട് കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് കംപ്ലീറ്റ് ചൂടാറിയ കേക്കാണ്. ഞാൻ ചൂടാറിയതിന് ശേഷമാണ് നിങ്ങളെ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഇനി നമുക്ക് ഒരു നൈഫ് ഉപയോഗിച്ച് ഈ സൈഡൊക്കെ ഒന്ന് വിട്ടെടുക്കണം. എന്നിട്ട് വേണം കേക്ക് റീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കേക്ക് പകുതിയും അതിലൊട്ടിപ്പിടിച്ചിരിക്കും. അതുപോലെ തന്നെ കേക്ക് കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ കേക്ക് ടിന്നിൽ നിന്നും കേക്ക് പുറത്തെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ കേക്ക് കണ്ടോ, നല്ല വലിപ്പമുള്ളൊരു കേക്കായി മാറിയിട്ടുണ്ട്. ഞാൻ സൈഡിൽ ആ മേൽഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ക്രീം റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1.5 കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തു. 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും ചേർത്തിട്ട് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കുക. നല്ല തണുത്ത ക്രീമാണെങ്കിൽ മാത്രമേ ഇതുപോലെ നന്നായിട്ട് വിപ്പായിട്ട് വരുള്ളൂ. അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് ഐസ് വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഇതിപ്പോൾ നല്ല തണുപ്പുള്ള ക്രീമായതുകൊണ്ട് നന്നായിട്ട് ബീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു അരമണിക്കൂറോളം ഫ്രിഡ്ജിലോട്ട് വെക്കാം. എന്നിട്ടാണ് കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കേക്കിൻ്റെ ഇനി നമുക്കൊരു കേക്ക് സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കുറച്ച് ക്രീം തേച്ചിട്ട് നമ്മുടെ കേക്ക് ഇതിൻ്റെ ടോപ്പിലായിട്ട് വെച്ച് കൊടുക്കാം. ഈ കേക്ക് നല്ല ഒരുപാട് അങ്ങ് പൊങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഫ്ലാറ്റായിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് ഇതുപോലെ തന്നെ വെക്കുകയാണ്. ഈ മുകൾ ഭാഗം ഒരുമാതിരി കുമിള പോലെ നല്ല പൊങ്ങി വരികയാണെങ്കിൽ അവിടെ കുറച്ച് കട്ട് ചെയ്തിട്ട് നിങ്ങൾ കേക്ക് തിരിച്ച് വെക്കണം. അപ്പോഴായിരിക്കും നല്ല ഫ്ലാറ്റായിട്ട് നമുക്ക് ഐസിങ് ചെയ്യാൻ പറ്റുക. ഇനി നമുക്ക് ഈ കേക്കിനെ 2ആയിട്ട് കട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ നല്ല നൈഫ് ഇല്ല എങ്കിൽ നമുക്ക് നൂലുപയോഗിച്ച് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ അതൊരു വീഡിയോയിൽ കാണിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പഞ്ചസാരയും വെള്ളവും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നത് തന്നെയാണ് ഷുഗർ സിറപ്പ്. അടുത്തതായിട്ട് അതിൻ്റെ മുകളിലേക്ക് ക്രീം വെച്ച് കൊടുക്കാം. വീണ്ടും അടുത്ത കേക്കിൽ ഞാൻ കുറച്ച് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് തിരിച്ച് വെച്ച് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വീണ്ടും ഐസിങ് ചെയ്യാൻ തുടങ്ങാം. വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ട് നമുക്കിത് കവർ ചെയ്തെടുക്കാം.
ഇനി ഞാൻ കുറച്ച് പിങ്ക് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഞാൻ കളർ ചേർത്തതാണ്. ഞാൻ ഉപയോഗിക്കുന്ന കളർ ജെൽ കളറാണ്. വിപ്പിംഗ് ക്രീമിലേക്ക് ജെൽ കളർ ചേർത്തിട്ട് ഇതേ ഒരു ചെറിയ ഹോൾ ഇട്ടിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്കിതിൻ്റെ ടോപ്പിലേക്ക് കുറച്ച് ഷുഗർ ബാൾസ് ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുമോ എന്ന്. ഇപ്പോൾ സിൽവർ കളറൊന്നും അവൈലബിൾ അല്ല. ഇനി ഓൺലൈനിൽ കിട്ടുമോയെന്ന് ഞാൻ നോക്കിയിട്ടില്ല. പറ്റുവാണെങ്കിൽ വീഡിയോ ഇടാം ഞാൻ. അതിനേക്കാൾ നമ്മൾ വീഡിയോ കഷ്ടപ്പെട്ട് ഈ ഒരു ഇത് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് എനിക്ക് തോന്നുന്നു ഷുഗർ ബാൾസ് നമുക്കങ്ങ് മേടിക്കുന്നതാണ്. അതാകുമ്പോൾ നമുക്ക് കുറച്ച് തോനെ കിട്ടുകയും ചെയ്യും, നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യുകയും ചെയ്യാം. ഷുഗർ ബാൾസ് അത്ര വിലയൊന്നുമില്ല. 50 രൂപയ്ക്ക് തന്നെ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഷുഗർ ബാൾസ് കിട്ടും. അപ്പോൾ നമ്മൾ മേടിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ റോസസിൽ ഞാൻ കളേഴ്സൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. ഇതിൽ നമുക്ക് പൗഡർ കളർ കുറച്ച് ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് കൂടുതലായിട്ട് ഈ പൗഡർ കളർ ഇത് ബേക്കറിയിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഈ പൗഡർ കളർ നാച്ചുറൽ പൗഡർ കളറാണിത്. ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്. 150 രൂപയൊക്കെ വരും ഈ ഒരു പൗഡർ കളറിന്. ഇത് ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോ ഇട്ടിരുന്നു. ഞാനൊരു ഷോപ്പിൽ പോകണം. ആ ഷോപ്പിൽ നിന്ന് തന്നെയാണ് ഈ ഒരു പൗഡർ കളർ ഞാൻ മേടിച്ചത്. ഇനി നമുക്ക് ഇതിലേക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതണം. അപ്പോൾ ഞാൻ എഴുതുന്നത് മറ്റൊന്നും വെച്ചിട്ടല്ല, നമ്മുടെ വിപ്പിംഗ് ക്രീമിലേക്ക് ബ്രൗൺ കളർ ചേർക്കും എന്നതിന് ശേഷമാണ് എഴുതുന്നത്. നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് എഴുതുന്നതിനേക്കായി എനിക്ക് തോന്നുന്നു നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പറ്റും വിപ്പിംഗ് ക്രീം വെച്ചിട്ട്. അപ്പോൾ നമുക്കിതിലേക്ക് പേരെഴുതാം. അപ്പോൾ നമ്മുടെ ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടില്ല. ഞാൻ ഇതുപോലെ ഒരു സ്റ്റാൻഡ് മേടിച്ചിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് വിലയൊന്നും ഇല്ല കേട്ടോ, 5 രൂപയെങ്ങാണ്ടേ ഉള്ളൂ. ഞാൻ അന്ന് കാണിച്ച ആ ഒരു ഷോപ്പിലുണ്ട് ഈ സംഭവം ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഈ ഒരു ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്, അവിടെ പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത്. പിന്നെ ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം
തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ഒരു ബെല്ലൈക്കൺ വരും. അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മിസ് ചെയ്യാതെ തന്നെ കാണാൻ പറ്റും.